ഇത് സൈബർ തട്ടിപ്പിന്റെ പുതിയ ലോകമാണ്. വിദ്യാർത്ഥികൾ മുതൽ ബാങ്ക് ജീവനക്കാർ വരെയും കണ്ണികൾ. ഇരകളിൽ സാധാരണക്കാരും സ്ത്രീകളും. സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് പാസ്ബുക്കും ATM കാർഡും ഉൾപ്പെടെ സംഘടിപ്പിച്ച് നൽകിയ ബാങ്ക് ജീവനക്കാരനെ പിടികൂടിയപ്പോഴാണ് വലിയൊരു ശൃംഖലയുടെ ചുരുളഴിഞ്ഞത്. ദേശസാൽക്കരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനായ രാജനാണ് ഇടപാടുകാരുടെ പാസ്ബുക്ക് തരപ്പെടുത്തി തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകിയത്. കേസിൽ തിരുവനന്തപുരം പാറശാല സ്വദേശി രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തർദേശീയ തലത്തിലുൾപ്പെടെ തട്ടിപ്പ് നടത്തി രാജൻ സമ്പാദിച്ചിരുന്നത് പ്രതിമാസം 20 ലക്ഷത്തിലധികം രൂപയാണ്. സൈബർ തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന സംഘത്തിന്റെ സംസ്ഥാനത്തെ ഇടനിലക്കാരിൽ ഒരാളാണ് പിടിയിലായ ഊരമ്പ് ചൂടാൽ സ്വദേശി രാജൻ എന്ന 28-കാരൻ. നെയ്യാറ്റിൻകരയിലെ ഒരു ദേശസാൽക്കരണ ബാങ്കിലെ താത്കാലിക ജീവനക്കാരനായിരുന്നു ഇയാൾ. ഇവിടെ എത്തുന്ന സാധാരണക്കാരായ ഇടപാടുകാരുടെ പാസ്ബുക്കും ATM കാർഡുകളും ഉൾപ്പെടെ ഇയാൾ തന്ത്രത്തിൽ കൈവശപ്പെടുത്തുന്നതിലൂടെയാണ് തട്ടിപ്പിന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് രാജ്യത്തിന് പുറത്തും അകത്തും വലവിരിച്ചിട്ടുള്ള സൈബർ തട്ടിപ്പ് സംഘങ്ങൾ അപഹരിച്ചെടുക്കുന്ന തുകകൾ രാജൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന അക്കൗണ്ടുകളിൽ വന്നു ചേരും. തട്ടിച്ച് കൈക്കലാക്കി അക്കൗണ്ടുകളിൽ വന്നു ചേരുന്ന പണം പിൻവലിച്ച് സൈബർ മോഷ്ടാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു നൽകുന്ന ഇടനിലക്കാരനായാണ് രാജൻ പ്രവർത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഗ്രാമപ്രദേശത്തെ സാധാരണക്കാരുടെ അക്കൗണ്ടുകളായിരുന്നു തട്ടിപ്പിന് വേണ്ടി രാജൻ കൈക്കലാക്കിയിരുന്നത്. പാസ്ബുക്ക്, ATM, ചെക്ക് ബുക്ക് എന്നിവയാണ് തരപ്പെടുത്തി ഇയാൾ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറുന്നത്. ഇത്തരത്തിൽ നടക്കുന്ന ഇടപാടുകൾക്ക് രാജന് പ്രതിമാസം കമ്മീഷൻ ഇനത്തിൽ മാത്രം 20 ലക്ഷത്തിലധികം രൂപയായിരുന്നു ലഭിച്ചത്. തട്ടിപ്പ് സജീവമാക്കാൻ രാജൻ ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി ബാങ്ക് അക്കൗണ്ടുകളും സ്വന്തമാക്കി. 2 ദിവസം മുമ്പ് കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ സൈഹണ്ട് എന്ന റെയ്ഡിലൂടെയാണ് രാജനിലേക്ക് എത്തിയത്. റെയ്ഡിൽ ഷെഫീഖ് എന്ന യുവാവിനെ പാറശാല പോലീസ് പിടികൂടിയിരുന്നു. രാജന്റെ ഏജന്റായി പ്രവർത്തിച്ചിരുന്ന ഷെഫീഖിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.